നമസ്കാരം. ലോകത്തെങ്ങുമുള്ള ഭരണകൂടങ്ങളുടെ പുതിയ തന്ത്രമാണ് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് മുന്നിൽ ഒരു വ്യാജ ശത്രുവിനെ നിശ്ചയിച്ചു കൊടുത്ത് ആ ശത്രുവിനെതിരായി മാധ്യമ പബ്ലിക് റിലേഷൻ സംഘങ്ങളെയൊക്കെ ഒരുമിച്ച് നിർത്തി ഒരു ശത്രുവിരുദ്ധ പോരാട്ടത്തിനായി കോപ്പുകൂട്ടുക എന്നുള്ളത്. സമീപകാലത്ത് കേരളത്തിൽ വലിയ ദുരിതങ്ങൾ അനുഭവിക്കുന്ന അരികുവൽക്കരിക്കപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാത്ത നിരവധി സമൂഹങ്ങൾ ഉണ്ട്. അക്കൂട്ടത്തിൽപ്പെടുന്ന ആശാ വർക്കർമാരുടെ, കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാരുടെ കേരളത്തിലെ അവസ്ഥയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ആശാ വർക്കർമാർക്ക് അർഹമായ കൂലി ലഭിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ സ്കീമിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർക്ക് 7,000 രൂപ ഹോണറേറിയമാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാർ നൽകുന്നത്. അവർക്ക് 13,200 രൂപ വരെ കിട്ടുന്നുണ്ട് എന്ന് മാധ്യമങ്ങൾ തന്നെ പല രേഖകൾ വെച്ച് പറയുന്നു. എന്നാൽ കേരളം കൊടുക്കുന്ന ഓണറേറിയത്തിന് അല്ലെങ്കിൽ സംസ്ഥാനം നൽകുന്ന ഓണറേറിയത്തിന് തുല്യമായ തുകയെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്കീം കൂടിയാണല്ലോ ഇത്. കേന്ദ്രം നടപ്പാക്കുന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെ ഭാഗമായി അതിന് തുല്യമായ വിഹിതമെങ്കിലും കേന്ദ്രം നൽകേണ്ട ഒരു സാഹചര്യം പല ഘട്ടങ്ങളിൽ ആവർത്തിക്കപ്പെട്ടു, പല ആവശ്യങ്ങളായി ഉന്നയിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ അവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ അതേ തുക നൽകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു സമരം നടക്കുന്നുണ്ട്. കേരളത്തെ സാമ്പത്തിക ഉപരോധത്തിൽ പൊറുതി മുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കേന്ദ്രത്തിൻ്റെയും BJPയുടെയും വലിയ പിന്തുണയോടുകൂടി നടക്കുന്ന സമരം. സ്വാഭാവികമായും കേരളത്തിലെ കോൺഗ്രസും അതിനെ പിന്തുണക്കുന്നു. മാധ്യമങ്ങൾ വഴി വ്യാജ വാർത്തകൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് PR വർക്കുകളും ഈ ഘട്ടത്തിൽ നടക്കുകയാണ് BJP കേന്ദ്ര ഭരണകൂടത്തിന് വേണ്ടി. അതേസമയം അവർ ഒരു ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെയുള്ള കാര്യം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ആശാ വർക്കർമാർക്കൊപ്പമാണോ അല്ലയോ എന്ന് ചോദിച്ചു കളയും. കൂലി കൂടുതൽ ചോദിക്കുന്ന ആശാ വർക്കർമാർക്കൊപ്പമല്ല നിങ്ങൾ എന്ന് ഇങ്ങനെയൊരു കാര്യം പുറത്തേക്ക് പറയുമ്പോൾ അവർ നമുക്കെതിരെ പറയുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായി BJP IT സെല്ലിൻ്റേതടക്കമുള്ള വ്യാജ വാർത്തകൾ അവർ PR പ്രവർത്തനത്തിൻ്റെ ഭാഗമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആശാ വർക്കർമാർക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട ആനുകൂല്യങ്ങളെ തുരങ്കം വെച്ചുകൊണ്ട് അർഹമായി അവർക്ക് ലഭിക്കേണ്ട പരിഗണന കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാതാക്കുകയും കേന്ദ്രത്തിൻ്റെ ദുരുദ്ദേശം വ്യാജ ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ടുള്ള യുദ്ധത്തിന് ഇത്തരം സംഘങ്ങൾ കൂടെ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് പുതിയ വ്യാഖ്യാനം ചമച്ചുകൊണ്ട് വ്യാജ ശത്രുവിനൊപ്പം അവർ ചേർക്കുകയും ചെയ്യും. ഇത് നിങ്ങളാണ്, ഇവർക്ക് വ്യാജ ശത്രുക്കളാണ്, നിങ്ങളുടെ ശത്രുക്കളാണ് ഇവർ, നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടയാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്ന ചിത്രീകരണത്തിലേക്ക് കടക്കുകയും ചെയ്യും. അതിനുവേണ്ടി പ്രമുഖ മാധ്യമ പ്രവർത്തകർ തന്നെ നേതൃത്വം നൽകുന്ന കാഴ്ച, പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണി നിൽക്കുന്ന കാഴ്ച അസാധാരണമായ കാഴ്ചയാണ് കേരളത്തിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ, ഇപ്പോൾ മനോരമ പത്രം തന്നെ ഇവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് വ്യാജ വിവരങ്ങൾ നൽകുന്നു എന്നുള്ള ആരോപണം ആരോഗ്യമന്ത്രി തന്നെ മുന്നോട്ട് വെക്കുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ 7,000 രൂപ ഓണറേറിയം നൽകുന്നു. അത് രാജ്യത്താകെയുള്ള സംസ്ഥാനങ്ങൾ നൽകുന്നതിൽ ഉയർന്ന തുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം രേഖകൾ സഹിതം നിയമസഭയിൽ തന്നെ അവതരിപ്പിച്ചതാണ്. എന്നാൽ അതല്ല എന്ന് വരുത്തി തീർക്കലാണ് ഇപ്പോൾ പത്രങ്ങളുടെ പ്രധാന പണി. അല്ലാതെ ആശാ വർക്കർമാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുക എന്നുള്ള പോരാട്ടത്തിനൊപ്പം നിൽക്കുകയല്ല ചെയ്യുന്നത്. ഇങ്ങനെ കേന്ദ്രം 5 പൈസ നൽകുന്നില്ല, അവർ ആകപ്പാടെ ആനുകൂല്യങ്ങൾ ഇങ്ങനെയുള്ള ഇൻസെൻറ്റീവ്സ് ഒക്കെ ആയിട്ട് നൽകുന്നതേ ഉള്ളൂ. 7,000 രൂപ ഓണറേറിയം നൽകുമ്പോൾ അതിന് തുല്യമായ ഓണറേറിയം എങ്കിലും കേന്ദ്രം നൽകുക എന്നുള്ള ആവശ്യത്തിൽ നിന്ന് അവർ വഴിതിരിച്ചു വിടുകയാണ് ഇത്തരം ആവശ്യങ്ങളെ എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഏറ്റവും ഒടുവിൽ സകല കലിപ്പും തീർക്കുന്ന ഒരു മുഖപ്രസംഗം ഇന്ന് മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ മുഖപ്രസംഗം നിങ്ങളെ അവതരിപ്പിച്ച് കേൾപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അതിൻ്റെ തുടർച്ചയായി മാതൃഭൂമി ഇന്ന് എഴുതിയ മുഖപ്രസംഗം കൂടിയുണ്ട്. സംയമനത്തോടെയാണ് മാതൃഭൂമി ഇന്ന് എഴുതിയിട്ടുള്ളത് മുഖപ്രസംഗം. കേരള തർക്കം ആശമാർക്ക് വേണ്ട എന്നുള്ള കാര്യത്തിലേക്ക് മാതൃഭൂമി എത്തിയിട്ടുണ്ട്. അതായത് കേന്ദ്രത്തിനും ഈ കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, അവരുടെ ഉത്തരവാദിത്തം അവർ നിർവഹിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് എന്തായാലും മാതൃഭൂമി മുഖപ്രസംഗത്തിലുണ്ട്. എന്നാൽ മനോരമ അങ്ങനെയല്ല. ഫാഷിസത്തിന് വേറെ ഉദാഹരണം വേണ്ട എന്നാണ് CPMൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നിലപാടിനെതിരായി മനോരമ എടുത്തുന്ന മുഖപ്രസംഗം. ജനകീയ സമരങ്ങളിലൂടെ വളർന്ന പാർട്ടിയാണ് എന്നത് ശരി, ജനാധിപത്യത്തിന് വേണ്ടിയും ഫാഷിസത്തിനും എതിരായാണ് പടവെട്ടൽ എന്ന അവകാശപ്പെട്ടുകൊണ്ടിരിക്കാൻ ഒരു മടിയുമില്ല താനും. അത്ര മോശമാണ് ഈ സർക്കാർ, CPM എന്നൊക്കെയാണ്. എന്നാൽ തങ്ങൾ ചെയ്താൽ മാത്രമേ ഏത് സമരവും സമരമാവൂ എന്നുകൂടി CPM പറയുന്നിടത്താണ് യുക്തിഭംഗം. തങ്ങളുടേതല്ലാത്ത ഏത് സമരത്തെയും പരമാവധി ഇകഴ്ത്തി കാട്ടുന്നതും അധിക്ഷേപിക്കുന്നതും സമരവീര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതാനും പാർട്ടിക്ക് മടിയില്ല. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിനെതിരെ കഴിഞ്ഞ 25 ദിവസത്തിനിടെ ഉണ്ടായ ജനാധിപത്യ വിരുദ്ധമായ ഇടപെടൽ CPM
ഇരട്ടത്താപ്പിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. നമ്മുടെ സമൂഹത്തിൽ ജനസേവനത്തിൻ്റെ പ്രതീകങ്ങളായി മാറിയ ആശാ പ്രവർത്തകർക്ക് ഈ സമരകാലത്തുണ്ടാവുന്ന ദുരനുഭവങ്ങൾ നാളത്തെ വനിതാ ദിനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി കാണാവുന്നതാണ്. CPMൻ്റെയും സർക്കാരിൻ്റെയും ശത്രുപക്ഷത്താണ് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ എന്നതിനാൽ ഈ വനിതാ ശക്തിയെ പരമാവധി തളർത്താനുള്ള ഹീരശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന കൂലി കൂടുതൽ വേണം, അവർക്ക് കേന്ദ്ര സ്കീമിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഇൻസെൻറ്റീവ്സ് കുറവാണ്, സംസ്ഥാനം നൽകുന്ന ഓണറേറിയത്തിന് തുല്യമായി തന്നെ കേന്ദ്രവും നൽകണം എന്നുള്ള ആവശ്യമാണ് ഔദ്യോഗികമായി തന്നെ കേരള സർക്കാർ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചത്. പക്ഷേ കേരളത്തിന് കൂടുതൽ തുക നൽകാവുന്ന സാഹചര്യം സാമ്പത്തികമായി ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായി അവർ വിശദീകരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കേന്ദ്രം കഴിഞ്ഞ കുറച്ച് നാളായി കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തികമായി ഉപരോധ സമാന നടപടി നമ്മൾ പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം അവർ ആവർത്തിക്കുന്നുമുണ്ട്. അതേസമയം കേരളത്തിലെ ആശാ വർക്കർമാർക്ക് നൽകുന്ന തുകയെക്കുറിച്ചുള്ള വ്യാജ ആരോപണങ്ങളും ഒരു ഭാഗത്ത് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം, വനിതാ ദിനം വരുമ്പോൾ അതിനോടനുബന്ധിച്ച് ആശാ വർക്കർമാർ വനിതകളാണ്, അതുകൊണ്ട് മറ്റൊരു ഈവൻ്റാക്കി ഇതിനെ മാറ്റാൻ, വാർത്താ സംഭവമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് ഈ മുഖപ്രസംഗത്തിൽ മനോരമ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വനിതാ ദിനത്തിൽ എന്തൊക്കെ പത്രങ്ങളിൽ ചാനലുകൾ കാണേണ്ടി വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനോടനുബന്ധിച്ച് മുഖപ്രസംഗത്തിൻ്റെ തുടർച്ച പ്രധാനമായി പോലീസിൻ്റെ നടപടി, ആശാ വർക്കർമാരുടെ ടാർപോളിൻ ഷീറ്റ് മാറ്റിയതടക്കമുള്ള പോലീസിൻ്റെ നടപടി, അതിൻ്റെ തുടർച്ചയായി സുരേഷ് ഗോപിയുടെ വരവ്, സുരേഷ് ഗോപി കൊട നൽകിയതും CITU പ്രവർത്തകർ അധിക്ഷേപിച്ചതും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ സുരേഷ് ഗോപിയുടെ സർക്കാർ എന്തു ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനോരമയുടെ മുഖപ്രസംഗത്തിൽ മിണ്ടുന്നില്ല. അത് മിണ്ടാതിരിക്കലാണ് ഇവരുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം എന്ന് നമുക്ക് വ്യക്തവുമാണ്. എന്തായാലും CITUവിൻ്റെ പ്രതികരണത്തെ, ചില നേതാക്കളുടെ പ്രതികരണത്തെ CPM മറുപ്രതികരണം കൂടി നടത്തിയ കാര്യം കൂടി ഈ കാര്യത്തിൽ മനോരമ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. സമരക്കാരെ വിമർശിക്കാൻ മോശം പദപ്രയോഗത്തിൻ്റെ ആവശ്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കുകയുണ്ടായി. സമരത്തെ വിമർശിക്കുന്നവർ ഭാഷ ശ്രദ്ധിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനും പറയേണ്ടി വന്നു. സമരം ചെയ്യുന്നവരെ ആക്ഷേപിക്കുകയല്ല, സമരം ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞത് CPM കേട്ടിരിക്കാൻ വഴിയില്ല. ഇതിനിടെ ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളമാണെന്ന മന്ത്രി വീണ ജോർജിൻ്റെ ആവർത്തിച്ചുള്ള അവകാശവാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വന്നു. കേരളം 7000 രൂപ ഓണറേറിയമായി നൽകുമ്പോൾ 2.5 വർഷം മുമ്പ് തന്നെ സിക്കിം ഓണറേറിയം 6000 നിന്ന് 10000 രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു. തങ്ങൾ നടത്താത്ത എല്ലാ ശ്രമങ്ങളെയും താഴ്ത്തിക്കെട്ടാൻ CPM ശ്രമിച്ചു പോരാറുണ്ട്. ആരെക്കുറിച്ചും എന്തിനെക്കുറിച്ചും അഭിപ്രായം പറഞ്ഞോളൂ, പക്ഷേ അത് ഞങ്ങളെക്കുറിച്ചാവരുത് എന്നാണല്ലോ CPMും പോഷക സംഘടനകളും ഈ നാടിനെയും നാട്ടുകാരെയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സമരത്തോടും യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷേ അധികാര ധാർഷ്ട്യത്തിൽ എതിർ സ്വരങ്ങളെ അടിച്ചമർത്തുമ്പോൾ അതിന് സ്വേച്ഛാധിപത്യം എന്ന പേരു വീഴുന്നു. ഒരേ സമയം ഇരയും വേട്ടക്കാരനുമാകാനുള്ള അപാരമായി വൈദഗ്ധ്യം ജനാധിപത്യ കേരളത്തെ അന്താളിപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് മനോരമ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഇതുവരെ വായിച്ചപ്പോൾ നിങ്ങൾ കേൾക്കാത്ത ഒരേ ഒരു കാര്യം, കേന്ദ്ര സർക്കാർ ഇവരെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്നുള്ള കാര്യം മനോരമ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പം നമുക്ക് മനസ്സിലാകും ആർക്ക് വേണ്ടിയാണ് ഈ മുഖപ്രസംഗം എന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ഭരണ സംവിധാനത്തെ സംരക്ഷിക്കാനുള്ള ഒരു കാര്യമായി തന്നെ വേണം ഇതിനെ കാണാൻ. നമുക്ക് മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിലെ മാതൃഭൂമി കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള മുഖപ്രസംഗം എഴുതുന്നുണ്ട്. കേരളം ഇത് പോരാ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ അവർ ഉത്തരവാദിത്വത്തോടെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിലെ കാര്യം കൂടി പറയുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും അടക്കമുള്ള പത്രങ്ങളും ചാനലുകളും ഒക്കെ പ്രസിദ്ധീകരിച്ച ഒരു വ്യാജ വാർത്ത, പിന്നീട് പൊളിഞ്ഞുപോയ ഒരു വ്യാജ വാർത്തയെക്കുറിച്ചുള്ള കുറ്റബോധമാണോ എന്തോ എന്നറിയില്ല. മാതൃഭൂമി മുഖപ്രസംഗത്തിൽ പറയുന്ന വിശദാംശങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇങ്ങനെയാണ്: സംസ്ഥാന സർക്കാർ നൽകുന്ന ഓണറേറിയമായി 7000 രൂപ, കേന്ദ്രം 3000 രൂപ, ടെലിഫോൺ അലവൻസ് 200 രൂപ എന്നിങ്ങനെയാണ് ആശമാർക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രതിഫലം. ഇതിനു പുറമെ പ്രകടനം വിലയിരുത്തി നൽകുന്ന തുകയടക്കം 13200 രൂപയാണ് ലഭിക്കുന്നത്. എല്ലാവർക്കും അത് ലഭിക്കുന്നുമില്ല. ഈ തുക ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ എത്ര തുച്ഛമാണ് എന്ന് എല്ലാവർക്കും അറിയാം, നമുക്കൊക്കെ അറിയാം. ജീവനക്കാരായല്ല, സന്നദ്ധ പ്രവർത്തകരായാണ് കണക്കാക്കുന്നത് എന്നതിനാൽ കൃത്യമായ അവധികൾ പോലും ഇല്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. സ്ഥിരമോ താൽക്കാലികമോ ആയ മറ്റു ജോലികളിൽ ഏർപ്പെടാൻ അനുവാദമില്ല. 62 വയസ്സിൽ ആനുകൂല്യങ്ങളൊന്നുമില്ലാതെ പിരിഞ്ഞു പോവുകയും വേണം. വിരമിക്കൽ ആനുകൂല്യം അടക്കമുള്ള സമരക്കാരുടെ ആവശ്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീർപ്പിലെത്തേണ്ടതുണ്ട്. ഈ വാർത്തയിൽ അല്ലെങ്കിൽ ഈ മുഖപ്രസംഗത്തിലെ ഒരു പരാമർശം തന്നെ തെറ്റാണ്. മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ആശാവർക്കർമാർ, അതിനുള്ള ഉത്തരവുണ്ട് എന്നുള്ളതാണ്. അതായത് ജോയിൻ ചെയ്തതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി മറ്റ് സ്ഥിര
ജോലികളിൽ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നിർദ്ദേശം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതെന്തോ ആകട്ടെ, എന്തായാലും അവർക്ക് കിട്ടുന്ന തുക പോരാ എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. ആശമാരുടെ വേതനം പുതുക്കണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടണമെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. തങ്ങളുടെ വിഹിതമെല്ലാം നൽകിക്കഴിഞ്ഞതാണെന്ന് കേന്ദ്ര വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. അത് കഴിഞ്ഞ ദിവസം വന്ന വ്യാജ വാർത്ത, ഉപ്പും സീലും ഇല്ലാത്തൊരു വാർത്ത. രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഓണറേറിയമാണ് ഇവിടെ നൽകുന്നതെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന നിലയിൽ ഇവരുടെ നിയമന, സേവന, വേതന വ്യവസ്ഥകളിൽ കാലോചിതമായ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്. അത് മാതൃഭൂമി വ്യക്തമായി തിരിച്ചറിവോടെ പറയുന്നുണ്ട്. കേന്ദ്രം തുക അനുവദിച്ചോ സംസ്ഥാനത്തിന് അത് ലഭിച്ചോ എന്നതുമല്ല, ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുക എന്നതാണ് തങ്ങളുടെ പ്രശ്നമെന്ന് സമരക്കാർ പറയുന്നു. അത് ഏതൊരു മനുഷ്യൻ്റെയും കാര്യമാണ്. ഭരണകൂടം കേന്ദ്രമാണോ സംസ്ഥാനമാണോ ഭരണക്കാർ നമുക്ക് എവിടെ നിന്നാണ് കിട്ടേണ്ടതെന്നൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല മനുഷ്യന്മാർക്ക്. അവർക്ക് കിട്ടേണ്ടത് കിട്ടുക എന്നുള്ളതാണ്. തർക്കമല്ല, ചർച്ചയാണ് വേണ്ടത്. നീണ്ടുപോകാതിരിക്കാൻ സർക്കാർ വേണ്ടത് ചെയ്യണം എന്ന് മാതൃഭൂമി പറയുന്നുണ്ട്. മനോരമയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാര്യത്തിൽ ഒരു തിരിച്ചറിവ് മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിലുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. മനോരമ ഒരേ ഒരു കാര്യമാണ് ചെയ്തത്, കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്നുള്ള കാര്യം മറച്ചു വെക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാണ്. അതിൻ്റെ തുടർച്ചയായി എന്തുകൊണ്ടാണ് മനോരമ അങ്ങനെ പ്രകോപിതരായി എഴുതുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരാലോചന നമ്മൾ നടത്തി കഴിഞ്ഞാൽ നേരെ വീണ ജോർജിൻ്റെ ഇന്നലത്തെ പ്രതികരണത്തിലേക്ക് പോകാൻ കഴിയും. വീണ പറഞ്ഞത് എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് മനോരമ പറയുന്ന കാര്യത്തിൽ വ്യത്യസ്തമായൊരു കാര്യം വീണ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വിശദീകരിച്ചിട്ടുണ്ട്. മനോരമ പറയുന്ന ഏറ്റവും കൂടുതൽ കേരളമല്ല ഓണറേറിയം കൊടുക്കുന്നത് എന്നത് സംബന്ധിച്ച വാർത്തയെ രേഖകൾ വെച്ചാണ് അവർ ഖണ്ഡിച്ചത്. ഒക്ടോബർ മാസം മുതൽ ഓണറേറിയം ഉയർത്തിക്കൊണ്ടുള്ള സിക്കിം സർക്കാർ വിജ്ഞാപനം തെളിവ് എന്നാണ് മനോരമ പറയുന്നത്. വീണ ജോർജിൻ്റെ പ്രതികരണത്തിൽ നിന്നാണ്. 2022 ഒക്ടോബർ എന്നത് തലക്കെട്ടിലില്ല. ഇന്നലെ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ 2022 ഒക്ടോബർ മുതലാണ് എന്ന് വാർത്തയിലുണ്ട്. 2024 ഓഗസ്റ്റ് മാസം ശ്രീ ഡീൻ കുര്യാക്കോസ് MP ലോക്സഭാ ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ കേന്ദ്ര സർക്കാർ പറയുന്നു സിക്കിം നൽകുന്നത് 6000. ഒരു വാചകം കൂടി ഇതോടൊപ്പം കേന്ദ്രം പറയുന്നുണ്ട്. റീസെൻ്റ്ലി ഗവൺമെൻറ് ഓഫ് സിക്കിം അനൗൺസസ് ഹൈക്ക് ഇൻ ഫിക്സഡ് ഓണറേറിയം ഫ്രം 6000 to 10,000. എന്നാൽ പ്രഖ്യാപിക്കുകയല്ല, മറിച്ച് 2 വർഷം മുമ്പ് തന്നെ 2022 തന്നെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് എന്നാണ് മനോരമ പറയുന്നത്. മനോരമ പറയുന്നത് പോലെ 2024 2 വർഷം മുമ്പേ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയെങ്കിൽ കേന്ദ്രം 2024 ഓഗസ്റ്റിൽ ഓണറേറിയം 10,000 എന്ന് പറയുമായിരുന്നില്ലേ? മനോരമ വാർത്തയിൽ പറഞ്ഞ ഫേസ്ബുക്ക് രേഖ അന്ന് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാവും. ലോക്സഭയിൽ ഇത്തരം റീസെൻ്റ്ലി അനൗൺസസ് ഹൈക്ക് ഇൻ ഓണറേറിയം എന്ന് കൊടുത്തിരിക്കുന്നത് വെരിഫൈ ചെയ്യാൻ സംസ്ഥാന മിഷൻ കോർഡിനേറ്ററോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് മിഷൻ കോർഡിനേറ്റർ നടത്തിയ ആശയവിനിമയത്തിൽ സിക്കിം സ്റ്റേറ്റ് മിഷൻ കോർഡിനേറ്റർ അയച്ചു കൊടുത്ത അവരുടെ സർക്കാർ നോട്ടിഫിക്കേഷനിൽ ഓണറേറിയം 6000 രൂപയാണ്. 6000 രൂപ അനുവദിച്ച നോട്ടിഫിക്കേഷൻ സിക്കിം സർക്കാരിൻ്റെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ ഇടങ്ങളിൽ ഉണ്ട് എന്നതും മനോരമ പരാമർശിച്ച നോട്ടിഫിക്കേഷൻ അവിടെ ഇല്ല എന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. ഒരു ഉത്തരത്തിൽ 10,000 രൂപയായി ഡിക്ലെയർ ചെയ്തെന്ന് കണ്ടിരുന്നു. അതനുസരിച്ച് അവിടുത്തെ സ്റ്റേറ്റ് കോർഡിനേറ്ററെ ഉൾപ്പെടെ ബന്ധപ്പെട്ടപ്പോൾ അവർ കഴിഞ്ഞ ദിവസം അയച്ചു തന്ന ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. അവർ പറയുന്നത് വിശ്വസിക്കുകയേ നിർവാഹമുള്ളൂ എന്നാണ് നിയമസഭയിലും വീണ ജോർജ് പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് മനോരമയുടെ നിലപാടിനെ ഖണ്ഡിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവർ കഴിഞ്ഞ ദിവസം ഇട്ടത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രകോപനമാണ് ഇന്നത്തെ മനോരമയുടെ മുഖപ്രസംഗം എന്ന് യുക്തിപരമായി നമ്മൾ ആലോചിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതൊന്നുമല്ല സിക്കിമിലാണോ കൂടുതൽ, ഇവിടെയാണോ കൂടുതൽ, എന്തൊന്നുമല്ല പ്രശ്നം. അത് കൂടുതലാണെങ്കിൽ അവിടുത്തെ ആളുകൾ, സിക്കിമിൽ 600 ചില്ലറ ആളുകൾ മാത്രമേ ആശാവർക്കർമാരായുള്ളൂ. അതുകൊണ്ട് അവർക്ക് കൂടുതൽ കിട്ടിയാലും കുറവ് കിട്ടിയാലും അത്രമാത്രം ജനങ്ങളെ, അത്രമാത്രം ആളുകളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ 10,000 കണക്കിന് ആശാവർക്കർമാരുണ്ട്. അത്രമാത്രം ആരോഗ്യ മേഖലയിലും ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇവിടെ ഇങ്ങനെ ഊണും ഉറക്കവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഇത്ര കുറഞ്ഞു പോകുന്നത് ശരിയാവില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സ്കീം തന്നെ നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാർ കേരളത്തെ കൂടുതൽ കുരുക്കിലേക്ക് വിടും വിധം ഇങ്ങനെ വ്യാജ വാർത്തകൾ ഉൽപ്പാദിച്ച് വ്യാജ വിവരങ്ങൾ നൽകി മാധ്യമങ്ങളിലൂടെ ഈ അവർക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ അർഹമായി ലഭിക്കേണ്ട കാര്യങ്ങൾ തന്നെ ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കുരുട്ട് ബുദ്ധി പ്രയോഗിക്കുമ്പോഴാണ് ഒരു വ്യാജ ശത്രുവിനെതിരായ പോരാട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. യഥാർത്ഥത്തിലുള്ള ശത്രു, യഥാർത്ഥത്തിൽ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ആരാണ് നൽകേണ്ടത് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് 7,000 രൂപ അല്ലെങ്കിൽ 13,200 രൂപ ഇവിടെ ലഭിക്കുമ്പോൾ തന്നെ തുല്യമായ വിഹിതം കേന്ദ്രത്തിന് ലഭിക്കാനുള്ള പ്രവർത്തനമെങ്കിലും നടത്തിയിരുന്നെങ്കിൽ അവർക്ക് 20,000 രൂപയെങ്കിലും ലഭിക്കുമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കി അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് മറ്റ് ചില പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അത് ആർക്ക് വേണ്ടിയാണ് എന്ന് വ്യക്തമാണ്. ആ പ്രവർത്തനം ഇനിയും തുടരാനാണ് സാധ്യത എന്ന് മാത്രം നമുക്ക് ആശങ്കപ്പെടാം. നന്ദി, നമസ്കാരം.